എട്ടാം ശമ്പള കമ്മീഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും. ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിൽ വരാൻ സമയമെടുത്താലും അതിനനുസരിച്ചുള്ള കുടിശ്ശിക ലഭിക്കും. ഇതോടെ ഉയർന്ന തസ്തികകളിലുള്ള ജീവനക്കാർക്ക് കൂടിയത് 14 ലക്ഷം രൂപ വരെ കുടിശ്ശികയായി ലഭിച്ചേക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. രാജ്യത്തെ കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ശമ്പള വർധനവിനും പെൻഷൻ വർധനവിനും വേണ്ടി എട്ടാം ശമ്പള കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ ഉറ്റുനോക്കുകയാണ്. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ 2027 പകുതിയെങ്കിലും ആവുമെന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ നോക്കുമ്പോൾ ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിൽ വരാൻ സമയമെടുത്താലും അതിനനുസരിച്ചുള്ള കുടിശ്ശിക ലഭിക്കും. എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുമ്പോൾ ഉയർന്ന തസ്തികകളിലുള്ള ജീവനക്കാർക്ക് കൂടിയത് 14 ലക്ഷം രൂപ വരെ കുടിശ്ശികയായി ലഭിച്ചേക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെടുന്ന ഫിറ്റ്മെൻ ഫാക്ടറും ശമ്പള വർധനവും സർക്കാർ അംഗീകരിച്ചാൽ 2027 ആവുമ്പോഴേക്കും വൻതുക ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് ഒരുമിച്ചെത്തും. ഫിറ്റ്മെൻ ഫാക്ടർ അനുസരിച്ചാണ് അടിസ്ഥാന ശമ്പള വർധനവ്. നിലവിലുള്ള അടിസ്ഥാന ശമ്പളം പുതിയ സ്കെയിലിലേക്ക് മാറ്റുന്നതിനാണ് ഇവ ഉപയോഗിക്കുന്നത്. എട്ടാം ശമ്പള കമ്മീഷന്റെ ഫിറ്റ്മെൻ ഫാക്ടർ 3.68 ഉയർത്തണമെന്നാണ് ജീവനക്കാരുടെ യൂണിയനുകൾ ആവശ്യപ്പെടുന്നത്. 2.57 ആയിരുന്നു ഏഴാം ശമ്പള കമ്മീഷനിലെ ഫിറ്റ്മെൻ ഫാക്ടർ. എട്ടാം ശമ്പള പരിഷ്കരണത്തിൽ ഫിറ്റ്മെൻ ഫാക്ടർ 3.68 അംഗീകരിച്ചാൽ ശമ്പളവും അതിനനുസരിച്ച് ഉയരും. ഇതുപ്രകാരം നിലവിൽ 18,000 രൂപ അടിസ്ഥാന ശമ്പളമുള്ള ജീവനക്കാരന് പുതിയ അടിസ്ഥാന ശമ്പളം 66,240 രൂപയായിരിക്കും. അതായത് പ്രതിമാസം 48,240 രൂപയുടെ വർധനവാണ് ശമ്പളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. 2025 ജനുവരി മുതൽ പുതിയ ശമ്പള പരിഷ്കരണത്തിന് പ്രാബല്യം നൽകിയേക്കും. അങ്ങനെയാണെങ്കിൽ 10 മാസത്തെ കാലതാമസം കണക്കിലെടുത്താൽ പോലും ക്ഷാമബത്ത ഒഴികെയുള്ള കുടിശ്ശിക ഏകദേശം 4.82 ലക്ഷം രൂപയാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സമാനമായി നിലവിൽ 2.5 ലക്ഷം രൂപ അടിസ്ഥാന ശമ്പളം വാങ്ങുന്ന ഒരു ക്യാബിനറ്റ് സെക്രട്ടറിക്ക് പുതിയ ശമ്പള പരിഷ്കരണത്തിന് പിന്നാലെ ഫിറ്റ്മെൻ ഫാക്ടർ 3.68 ആയാൽ 9.2 ലക്ഷം രൂപയായി ശമ്പളം ഉയരും. അതായത് 6.7 ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് പ്രതിമാസം ഉണ്ടാകാൻ പോകുന്നത്. 2 മാസത്തെ കാലതാമസത്തിന് ഏകദേശം 13.4 ലക്ഷം രൂപയുടെ കുടിശ്ശികയാണ് ലഭിക്കുന്നത്. അതായത് പരിഷ്കരണം നടപ്പിലാക്കാൻ 10 മാസത്തോളം സമയമെടുത്താൽ അക്കൗണ്ടിൽ വലിയൊരു തുക കുടിശ്ശിക ഇനത്തിൽ മാത്രം ലഭിക്കും. അതേസമയം ഫിറ്റ്മെൻ ഫാക്ടർ 3.68 ആക്കണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിക്കാൻ സാധ്യതയില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അന്തിമ ഫിറ്റ്മെൻ ഫാക്ടർ 2.28നും 2.86നും ഇടയിലായിരിക്കുമെന്നാണ് സൂചന. ഇത് കുടിശ്ശിക കുറയ്ക്കുന്നതിന് കാരണമാകും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.